ഒരു വലിയ ഞാൻ ചിന്തിക്കുകയാണ്. കാരണം ടു സ്പ്രെഡ് ദ ഗോസ്പൽ, നമുക്ക് അനേകം സ്ഥലങ്ങളിൽ നമുക്കറിയാം സഭകൾ ഉണ്ടെങ്കിലും കർത്താവിന്റെ അടിസ്ഥാന വേദോപദേശങ്ങളിൽ നിശ്ചയമില്ലാതെ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാതെ കർത്താവ് തന്ന ഡെലിവറൻസ് അനുഭവിക്കാതെ നമ്മൾ ഇപ്പോഴും അടിമനുഖത്തിൽ കിടക്കുന്ന അനേകം സഹോദരങ്ങള്, പാസ്റ്റർമാര്, ശുശ്രൂഷകരൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നമുക്കൊരു റെസ്പോൺസിബിലിറ്റി അവരോടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുന്ന സഭയായിട്ട് അനേക ശുശ്രൂഷകരെ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ബ്രദർ നവീൻ, അജൽ ഇവരെ ആണിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത നവീൻ ബ്രദറിന്റെ സാക്ഷി നമ്മളെല്ലാവരും കേട്ടുമല്ലോ. അനേക യൗവനക്കാർ ഈ കാലഘട്ടങ്ങളിൽ അജലിനെ പോലെ നവീനെ പോലെ മുമ്പോട്ട് വന്ന് കർത്താവിന്റെ സാക്ഷികളായി മാറട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അങ്ങനെ ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ ദൈവത്തിന്റെ സാക്ഷികളായി മാറട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പുതിയൊരു ജനറേഷൻ ഓഫ് ലീഡർഷിപ്പ്, എൽഡർഷിപ്പ് നമുക്ക് ആവശ്യമാണ്. നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ. കാരണം ഈ കർത്താവിന്റെ വേലയിലാവുക അല്ലെങ്കിൽ ശുശ്രൂഷ ചെയ്യുക എന്ന് പറയുന്നത് എളുപ്പമുള്ളൊരു കാര്യമല്ല. കാരണം അത് വളരെ സ്കെയറിയാണ്, വളരെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ശുശ്രൂഷ എന്ന് പറയുന്നത്. ശരിക്കും ജഡപ്രകാരമായിട്ട് ചിന്തിക്കുമ്പോൾ എന്നെ പണ്ടേ അത് ഭയപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് കൺഫസിങ് ജീസസ് ഈസ് മൈ ലോർഡ് എന്നുള്ളത് എന്നെ ഒരു ഭയത്തിലേക്ക് നയിച്ചിരുന്നു. ഞാൻ നിങ്ങളുടെ പങ്കുവച്ചിട്ടുണ്ട്. കാരണം ഞാൻ സ്വപ്നം കണ്ട ലൈഫ് പോകുമെന്നും എനിക്ക് കാറ്റുപോലെ ദൈവം എങ്ങോട്ട് വിടുന്നു അങ്ങോട്ട് പോകേണ്ടി വരുമെന്നും ഒക്കെയുള്ള ഒരു ഭയം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. നമുക്കറിയാം, ഇന്ന് മിഷനിൽ ഇറങ്ങുന്നവരായാലും പാസ്റ്റർമാരായാലും സഭയിൽ വരുന്ന വിശ്വാസികളായാലും എല്ലാവരും ഒന്ന് സെറ്റിൽ ആകാനാണ് ആഗ്രഹിക്കുന്നത്. സെറ്റിൽ ആവുക എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു വീട് വെക്കുക, വീടിനകത്ത് സ്വസ്ഥമായിരിക്കുക, മക്കളെ കാണുക, കൊച്ചുമക്കളോട് സന്തോഷമായിട്ടിരിക്കുക, അവരോടൊന്ന് പ്രാർത്ഥിച്ചു വേണം, നല്ല പാട്ട് പഠിപ്പിച്ച് സ്തോത്രം ചെയ്ത്, അങ്ങനെ ഒരു സെറ്റിൽഡ് ലൈഫ്. സ്പിരിച്വാലിറ്റിക്ക് സ്പിരിച്വാലിറ്റി, സന്തോഷത്തിന് സന്തോഷം, ബന്ധങ്ങൾക്ക് ബന്ധം. അപ്പൊ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സ്റ്റേബിൾ ആയ ഒരു അവസ്ഥയിലേക്ക് എത്താനാണ് നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത്. അത് ശുശ്രൂഷ ഇറങ്ങുന്നവർ പോലും അങ്ങനെ ഒരു പ്രലോഭനത്തിൽ അകപ്പെട്ടു പോകുന്നുണ്ട്. സെറ്റിൽമെന്റിലേക്ക് വരണം, സെറ്റിലാകണം, ആവശ്യങ്ങൾ നടക്കണം. ഒത്തിരി ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങൾ ആര് നടത്തി തരും? ഇങ്ങനെയൊക്കെയുള്ള അനേകം ചോദ്യങ്ങൾ. അതുകൊണ്ട് ഈ ശുശ്രൂഷയുടെ തലത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ ശുശ്രൂഷകരാവുക, കർത്താവിന്റെ സാക്ഷികളാവുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ, നമ്മളെ ഭയപ്പെടുത്തുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 65-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, എന്റെ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും എന്റെ അടുത്ത് വരുവാൻ കഴിയുകയില്ല. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ലൈഫിലേക്ക്, ആ ലൈഫിനെ നമ്മൾ ആഗ്രഹത്തോടെ നോക്കണമെങ്കിൽ പിതാവ് നമ്മളെ ആകർഷിക്കാതെ സാധിക്കില്ല. ഇപ്പൊ ഇന്ന് യൗവനക്കാരെ കർത്താവിന്റെ അടുത്തേക്ക് അവർ വരുന്നത് പിതാവിന്റെ ആകർഷണമാണ്, അല്ല. കാരണം അത്രമാത്രം ആകർഷണമായ കാര്യങ്ങൾ ലോകത്തുണ്ട്. അപ്പോൾ വാട്ട് ഈസ് ട്രൂത്ത് എന്നുള്ളത് ദൈവത്തിന്റെ ഒരു ആകർഷണമായിട്ടാണ്. അപ്പോൾ അത് അത്ര പാടാണെന്നാണ് കർത്താവ് പറയുന്നത്. അപ്പൊ പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആരും എന്റെ അടുത്തേക്ക് വരികാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞ ഉടനെ കുറെ ആൾക്കാർ കർത്താവിനെ വിട്ട് പോകുന്നതായിട്ടാണ് നമ്മൾ അടുത്ത വാക്യത്തിൽ യോഹന്നാന്റെ 6:66 കാണുന്നത്. അപ്പോൾ കാറ്റ് പോലുള്ള ഒരു ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ചലഞ്ചിങ് ആണ്. സപ്പോസ് യു ഡോണ്ട് വാണ്ട് ടു സെറ്റിൽ ഡൗൺ, ഒരിടത്ത് സെറ്റിൽ ആവാൻ ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ സ്വപ്നമില്ല, കാറ്റ് പോലെ അപ്രത്യക്ഷമാവുക, ഇമ്പാക്ട് ഉണ്ടാക്കുക, അപ്രത്യക്ഷമാവുക, അത് ഭയപ്പെടുന്ന ഒരു തോട്ടാണ്. ഒരു കാറ്റിനെ സംബന്ധിച്ച് ഇപ്പം ഒരു ചുഴലിക്കാറ്റ് ഇങ്ങനെ ഈസ്റ്റേൺ സൈഡിലോ നമുക്ക് നല്ല മഴ കിട്ടുന്നുണ്ട്, പടിഞ്ഞാറൻ കാലവർഷം, അറബിക്കടലിലൊക്കെ നല്ല കാറ്റാണ്. പക്ഷെ കാറ്റ് അൽപായുസാണ്, അറിയില്ല നാളെ അത് എങ്ങ് സെറ്റിലാവാൻ പോകുന്നില്ല, നാളെ അത് ഒരിടത്തും കൂട് കൂട്ടാൻ പോകുന്നില്ല, അത് എങ്ങോട്ട് പോകുന്ന ആരും അറിയാൻ പോകുന്നില്ല. ബട്ട് വി വിൽ ഹാവ് ദ ഇമ്പാക്ട് ഓഫ് ദ വിൻഡ്, അത്രയേ ഉള്ളൂ. അപ്പൊ കർത്താവിന്റെ ആത്മാവിനെ അനുഗമിക്കുന്നവരെല്ലാം സെറ്റിലാകാനുള്ള ഒരു പരാക്രമത്തിലല്ല. ശുശ്രൂഷകരാകാൻ ആഗ്രഹിക്കുന്നവർ സെറ്റിലാകാനുള്ള ഒരു പരാക്രമത്തിലേക്ക് പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ശുശ്രൂഷയിൽ പവർ ഇല്ലാതെ വരും. ശുശ്രൂഷ എന്ന് പറയുന്നത് ലോക സംബന്ധമായിട്ട് മാറും. അപ്പൊ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ വചനം അറിയാവുന്ന എല്ലാവരും പ്രസംഗിക്കുക എന്നുള്ളതല്ല, അത് കർത്താവിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുക എന്നുള്ളതാണ്, കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ കർത്താവിനെ ട്രസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ് പോലെ ആയാലും അവൻ നോക്കിക്കോളും. കാരണം നമുക്ക് നിത്യജീവൻ ഉള്ളതുകൊണ്ട് ഡ്യൂറേഷൻ ഓഫ് അവർ ലൈഫ് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്, ഓൺലി ദ ക്വാളിറ്റി ഓഫ് ലൈഫ്. ഒരു മോമെന്റ് ആണോ 500 വർഷം നിങ്ങൾ ജീവിച്ചെന്നുള്ളത് പ്രസക്തമല്ല. കാരണം എനിവേ വി ഹാവ് ഇറ്റേണൽ ലൈഫ്, നമുക്ക് എന്തായാലും നിത്യജീവനുണ്ട്. അപ്പൊ നിത്യജീവൻ ഉള്ളവരെ സംബന്ധിച്ച് ഡ്യൂറേഷൻ ഓഫ് ലൈഫ് എന്നുള്ളതിനേക്കാളും ദ മോമെന്റ് ഐ ലിവ് ആണ് പ്രധാനം.
അവിടെയാണ് ഈ കാറ്റ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്. അടുത്ത മൊമെന്റിനെ കുറിച്ച് ഈ ഡസൻ നോ. അപ്പൊ ഈ അൺസർട്ടനിറ്റി ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഒരു ശുശ്രൂഷകനെ സംബന്ധിച്ചും വിശ്വാസത്തിൽ മെച്ചുവർ ആകുന്നവരെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടു ലീവ് ഇൻ ദാറ്റ് അൺസർട്ടനിറ്റി, ടു ട്രസ്റ്റ് ഗോഡ്. അപ്പൊ ദൈവത്തിലേക്ക് നോക്കാൻ എല്ലാവർക്കും പറ്റണം, ശുശ്രൂഷകർക്ക് മാത്രമല്ല സകലർക്കും പറ്റണം ദൈവത്തിലേക്ക് നോക്കാൻ. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ ഉടനെ മനുഷ്യർ സഹായിക്കുമെന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. ദൈവത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുവാനുള്ള ഒരു പരിശീലനം നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകണം. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് വിശ്വാസത്തിൽ വന്നു ഇനി നല്ല വിശ്വാസികളായിട്ട് ജീവിച്ച കർത്താവ് മറ്റുള്ളവർക്ക് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി എല്ലാം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇതെല്ലാം ഒരു സെറ്റിൽമെന്റിന് വേണ്ടി നമ്മുടെ ഉള്ളിൽ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ കാറ്റുപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നില്ല. അപ്പൊ ഇതിനിടയ്ക്ക് നമ്മുടെ പിള്ളേർ വേറൊരു വഴി കണ്ടുപിടിച്ചിട്ടുണ്ട്. അവര് സോൾഡ് ആകാൻ പേരൻസ് നിർബന്ധിക്കും, കാറ്റുപോലെ ആകാൻ ആത്മാവ് നിർബന്ധിക്കും. അപ്പൊ ഇതിന് രണ്ടിനും ഇടയിൽ കിടന്ന് നമ്മുടെ പിള്ളേര് വെള്ളം പോലെയാകും. വെള്ളത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുപ്പിക്കകത്തിരുന്ന കുപ്പിയുടെ ഷേപ്പായിരിക്കും, പാത്രത്തിൽ ഒഴിച്ചാൽ പാത്രത്തിന്റെ ഷേപ്പായിരിക്കും, ഗ്ലാസ്സിൽ ഒഴിച്ചാൽ ഗ്ലാസിന്റെ ഷേപ്പാവും. സഭയിൽ വരുമ്പം പ്രാർത്ഥന മുമ്പിലുണ്ട്, പാട്ട് പാടുന്നു, ഗിറ്റാർ വായിക്കുന്നു, കീബോർഡ് വായിക്കുന്നു. കൂട്ടുകാരെ പോകുമ്പം ആ ഷേപ്പാണ്, അവരുടെ കൂടെ അവരുടെ എല്ലാ അഭ്യാസങ്ങൾക്കും കൂടുന്നു. ഇവന് സ്വന്തമായൊരു ഷേപ്പില്ല, ഇത് ലിക്വിഡ് പോലെയാണ്. ഇന്ന് പിള്ളേർ മുഴുവൻ അങ്ങനെ. കാരണം എന്താ സംഭവിക്കുന്നത്? പിള്ളേർ മുഴുവൻ ഞാൻ ഉദ്ദേശിക്കുന്ന വലിയൊരു പങ്ക് ലൂസിങ് ജനറേഷൻ. അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു സത്യം കേട്ടു, ഇപ്പൊ യേശു ക്രിസ്തു ആണ് ലൈഫ് എന്ന് കേട്ട് കഴിഞ്ഞാൽ ആ ലൈഫ്, ആ ട്രൂത്ത് ഹോൾഡ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഈ പ്രസംഗം കേൾക്കുന്നു, അല്ലെങ്കിൽ ഒരു സാക്ഷി ഇപ്പൊ കേട്ടു, നമുക്കത് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ ആത്മാ പറയാണ് ഇനി കർത്താവിന്റെ ജീവൻ നമ്മൾ ജീവിക്കണം ബൈ ഫെയ്ത്ത്, അവൻ നമ്മളെ രക്ഷിക്കും. പക്ഷെ ആ പ്രസംഗം കഴിഞ്ഞോട്ട് ഇറങ്ങുമ്പോൾ നമുക്കത് നമ്മുടെ ഹൃദയത്തിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള, ലൈഫിലേക്ക് ക്യാരി ചെയ്തുകൊണ്ട് പോകാനുള്ള ആ ഒരു കപ്പാസിറ്റി ഇന്നില്ല. അത് ബൈബിളിന്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മളൊരു ആശയം കേട്ടാലും അത് ലൈഫിലേക്ക് ഇറങ്ങുന്നില്ല, അതൊരു ആശയമായി തന്നെ നിൽക്കുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയത്തും നന്നായിട്ട് ഇരിക്കുക, അത്രേ ഉള്ളൂ. ട്രൂത്തിലേക്ക് പോകാൻ നമുക്ക് ആർക്കും താല്പര്യമില്ല. എന്താണോ കംഫർട്ടബിൾ അതിലേക്കാണ് ആളുകൾ, യൗവനക്കാർ പ്രത്യേകിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്ട് ഗീവ്സ് മീ കംഫർട്ട്? ഐ എം നോട്ട് ഗോയിങ് ടു റിസ്ക് മൈ ലൈഫ് ഫോർ ട്രൂത്ത്. ഐ വുഡ് റാദർ സെർച്ച് കംഫർട്ട്സ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ലൈഫിലേക്കാണ് ആളുകൾ പോകുന്നത്. അപ്പൊ അവരെ ശുശ്രൂഷിക്കണമെങ്കിൽ ആ ശുശ്രൂഷ തലത്തിലേക്ക്, അടുത്ത ഒരു തലത്തിലേക്ക് നമ്മുടെ സഭ മുമ്പോട്ട് പോകണമെങ്കിൽ ഈ ദൈവത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കുന്ന, തന്നെത്താൻ അബാന്ധം, സെറ്റിൽമെന്റിന്റെ മോഹങ്ങളില്ലാത്ത, നാളെ സെറ്റിലായി ഒരിടത്ത് താമസിക്കണമെന്നോ ഇന്ന രീതിയിലൊക്കെ ആവണമെന്നോ സ്വപ്നങ്ങളില്ലാത്ത ജനറേഷൻ ഉണ്ടാകണം. ഈ സ്വപ്നങ്ങളില്ലാത്ത ശുശ്രൂഷകരുണ്ടാകണം. കാറ്റുപോലെ വീശാൻ പറ്റുന്ന ശുശ്രൂഷകരുണ്ടാകണം. അപ്പൊ നമ്മൾ മനുഷ്യരെ ആശ്രയിക്കാത്തവരായിട്ട് മാറും. ഞാൻ ഉദ്ദേശിച്ച വാക്യം അതാ നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സങ്കീർത്തനത്തിന് ഒരു ഭാഗം എന്ന് വായിക്കാം. സങ്കീർത്തനം 146. ഞാനത് ഇംഗ്ലീഷിൽ എൻ്റെ കയ്യിലിരിക്കുന്നത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ് ഓ മൈ സോൾ. എൻ്റെ ഉള്ളമേ നീ ദൈവത്തെ സ്തുതിക്കുക. ഐ വിൽ പ്രൈസ് ദ ലോർഡ് ഓൾ മൈ ലൈഫ്. ഐ വിൽ സിംഗ് പ്രൈസ് ടു മൈ ഗോഡ് ആസ് ലോങ് ആസ് ഐ ലീവ്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ എൻ്റെ ദൈവത്തിന് മഹത്വവും സ്തോത്രവും കരയേറ്റും. അടുത്ത വാക്യം ഇങ്ങനെയാണ്: ഡു നോട്ട് പുട്ട് യുവർ ട്രസ്റ്റ് ഇൻ പ്രിൻസസ്. നിങ്ങൾ പ്രഭുക്കന്മാരിൽ ആശ്രയിക്കരുത്. ഇൻ മോർട്ടൽ മെൻ. നാളെ മരിച്ചു പോകുന്ന മനുഷ്യരിലും നിങ്ങൾ ആശ്രയിക്കരുത്. Who cannot save, അവർക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുകയില്ല. When their spirit departs, they return to the ground. On that very day, their plans come to nothing. അതായത് മനുഷ്യർ ഒത്തിരി കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ അവർ മരിക്കുമ്പോൾ ആ പ്ലാനുകളെല്ലാം അവരോടൊപ്പം മരിക്കുന്നു. മനുഷ്യരിൽ ആശ്രയിക്കുന്നവർ അവരെല്ലാവരും ഒരു പൂഴി മണ്ണിൽ നിൽക്കുന്നത് പോലെയാണ്. അവർക്ക് ദൈവത്തെ നോക്കാൻ കഴിയാതെ ഈ മനുഷ്യരിലേക്ക് നോക്കുന്ന, വിശ്വാസത്തിൽ എത്ര വർഷം കഴിഞ്ഞാലും നമ്മൾ എപ്പോഴും ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരായിട്ടിരിക്കുമ്പോൾ നമുക്ക് ശുശ്രൂഷകരായിട്ട് മാറാൻ സാധിക്കില്ല. ഞാനിത് എന്തുകൊണ്ട് ഇത് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്തമായിട്ട് കർത്താവിന് വേണ്ടി നിൽക്കാൻ വേണ്ടി വേർതിരിക്കപ്പെട്ട ഒരു ജനമാണ്. സഭകൾ പതുക്കെ പതുക്കെ സ്റ്റാഗ്നേറ്റ് ചെയ്യുമ്പോൾ, സഭകൾ പതുക്കെ പതുക്കെ ലോകത്തിലേക്ക് സെറ്റിൽ ആകുമ്പോൾ, നിങ്ങൾക്കറിയാം നമ്മളൊരു ഓർഗനൈസേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് കുറെ കഴിയുമ്പോൾ സെറ്റിൽ ആകും. ഈ മനുഷ്യർക്കെല്ലാം അങ്ങനെ സെറ്റിൽ ആകാനുള്ള ഒരു ആഗ്രഹമുണ്ട്. ഒരു ഓർഗനൈസേഷൻ തുടങ്ങി കഴിഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ ആകും. അപ്പൊ ചർച്ചകളെല്ലാം ഒരു 10, 25, 30 വർഷം കൊണ്ട് സെറ്റിൽ ആവും.
സെറ്റിലായി കഴിഞ്ഞാൽ അവർക്ക് ദൈവത്തിന് അവരെ ഇഷ്ടം പോലെ ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അവർക്ക് കമ്മിറ്റിയും ഇതൊക്കെ വെച്ച് അവർക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ചർച്ചകളെല്ലാം ഒരു കാലത്ത് സത്യത്തിന് വേണ്ടി ചർച്ചകളെല്ലാം സെറ്റിലായി അവർക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോഴാണ് ദൈവം ഇങ്ങനെ പുതിയ പുതിയ സംഘങ്ങളെ കൂട്ടി വരുത്തി, കാറ്റുപോലെ വീശാൻ പറ്റുന്ന ആളുകളെ കൂട്ടി വരുത്തി, ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുത്ത ദൈവത്തിന്റെ കർത്തൃത്വമുള്ള ആളുകളെ പല സ്ഥലത്ത് നിന്ന് അസംബ്ലി ചെയ്യിപ്പിച്ചു അവരിലൂടെ ഒരു ശുശ്രൂഷ ദൈവം സ്ഥാപിക്കുന്നത്. അപ്പൊ പതുക്കെ പതുക്കെ വളരെ പെട്ടെന്ന് ഈ മനുഷ്യരിൽ ആശ്രയിച്ചാൽ എന്ത് സംഭവിക്കുന്നറിയോ? വളരെ പെട്ടെന്ന് നമ്മൾ മറ്റു സഭകൾ പോലെ സ്റ്റാഗ്നേറ്റ് ആയി പോകും. നമ്മൾ സ്റ്റാഗ്നന്റ് ആവും, നമുക്ക് മൂവ്മെന്റ് ഇല്ലാതാവും, നമ്മൾ എന്നും ഒരേ വിഷയങ്ങളിലേക്ക് പതുക്കെ പതുക്കെ സ്ലിപ്പായി വരും. അതുകൊണ്ട് നമുക്ക് ജ്വലിക്കുന്ന സാക്ഷികൾ ഉണ്ടാകണം. അടുത്തൊരു ജനറേഷൻ കർത്താവിനെ കാത്ത് അവനെ എതിരേൽക്കാൻ എഴുന്നേൽക്കണം. അങ്ങനെ ഒരു വലിയ കാഴ്ചയിലേക്ക് നമ്മൾ നോക്കണമെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ രക്ഷിക്കപ്പെടുന്ന നമ്മൾ സാക്ഷികളായിരിക്കണം. സുവിശേഷം എത്താത്തടത്ത് സുവിശേഷം എത്തണം. നമ്മുടെ ലൈഫിൽ കർത്താവിനാൽ എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കപ്പെടാനുള്ള ആ ഒരു വിട്ടുകൊടുക്കൽ. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തെ അന്വേഷിച്ചാൽ അതിനെ നഷ്ടപ്പെടുത്തും, അതിനെ നഷ്ടപ്പെടുത്തിയാൽ ശരിയായ ലൈഫിനെ നമ്മൾ കണ്ടെത്തും. ഒന്ന് നഷ്ടപ്പെടുത്താതെ മറ്റൊന്ന് കണ്ടെത്താൻ കഴിയില്ല. അപ്പോൾ ഇവിടെ ഈ എല്ലാ മനുഷ്യരെയും പോലെ ചിന്തിക്കുന്ന പറയാണ്, നിങ്ങളും സാധാരണ മനുഷ്യരെ പോലെ ആയി പോയല്ലോ എന്ന്. വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്നതെങ്കിലും ഈ സാധാരണ മനുഷ്യരെ പോലെ ചിന്തിക്കാനും സെറ്റിലാകാനുമുള്ള ആ ഒരു തോട്ട് പ്രോസസ് നമ്മുടെ ഉള്ളിലേക്ക് ഏത് സമയത്തും വരാം എന്നുള്ളതാണ്. അത് വന്നാൽ പിന്നെ പോവില്ല എന്നുള്ളതുമാണ് അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദന എന്ന് പറയുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പുതിയ ശുശ്രൂഷകരെ നോക്കിക്കൊണ്ടിരിക്കണം. നമുക്ക് വചനം നല്ലപോലെ അറിയാവുന്നവരാകരുത് ശുശ്രൂഷകർ. വചനം നല്ലപോലെ അറിയാവുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, സ്കോളർമാരുണ്ട്. പക്ഷെ ശുശ്രൂഷകർ എന്ന് പറയുന്നവർ കാറ്റ് പോലെ ഒന്നുമല്ലാതാകാൻ തയ്യാറുള്ളവരായിരിക്കണം. ടു അബാൻഡൻ ദംസെൽവ്സ് ലൈക്ക് എ വിൻഡ് നോട്ട് സീൻ ദ നെക്സ്റ്റ് ഡേ. അങ്ങനെ ആകാൻ കർത്താവ് എങ്ങനെ വേണമെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാവുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഉണർത്തപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇത് നിങ്ങളോട് പറയുമ്പം എൻ്റെ ഉള്ളിൽ ഈ സ്റ്റാഗ്നന്റ് ആകുന്നതിന്റെ ഭയം തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അതിനെക്കുറിച്ച് ആലോചിച്ചൊരു വിഷയം കൂടിയാണ്. ദൈവത്തെ കൂടുതൽ നമ്മൾ ഓരോ മിനിറ്റ് ഇപ്പം നമ്മൾ വായിച്ച പോലെ ടു പ്രൈസ് ഹിം വിത്ത് ഓൾ ദാറ്റ് വി ഹാവ്. ഓരോ മോമെന്റിലും അവനെ മഹത്വപ്പെടുത്തുവാൻ, കാറ്റുപോലെ ആകാനുള്ള ധൈര്യം അതാണ്. കാരണം അവന്റെ ആത്മാവാണ് എന്നെ നടത്തുന്നത്. അതെപ്പോഴും ഒരു തേജസ്സിലേക്കായിരിക്കും, എപ്പോഴും കർത്താവിന്റെ ഒരു ഗ്ലോറിയിലേക്കായിരിക്കും. അത് ഒരു ഒന്നുമില്ലായ്മയിലേക്കല്ല ഈ കാറ്റ് പോകുന്നത്. കാരണം ഇത് പരിശുദ്ധാത്മാവാണ്. ഈ ലോകത്തിലെ കാറ്റുപോലെയുടെ അസ്തമിച്ചു പോവുകയല്ല. യേശുക്രിസ്തുവിനെ പുനരുത്ഥാനം ചെയ്യിപ്പിച്ച അതേ ആത്മാവാണ് നമ്മളിവിടെ കാറ്റുപോലെ വീശിപ്പിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും അത് തേജസ്സിലേക്കുള്ള ഒരു യാത്രയാണത്. ഇവിടെ അപ്രത്യക്ഷമാകുന്നവർ അവിടെ പ്രത്യക്ഷമാകുന്നത് കർത്താവിന്റെ വലിയ തേജസ്സിലാണ്. അപ്പോൾ ആ ഒരു മഹത്വകരമായ പ്രത്യാശയിൽ നമ്മളെ ഈ ലോകത്തിലെ പിടിവിടുവാൻ സെറ്റിലാകാനുള്ള മോഹങ്ങൾ എൻ്റെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ തോന്നിയത് കൊണ്ടാണ് കർത്താവിനോട് ഇങ്ങനെയൊക്കെ സംസാരിച്ചത്. കാരണം ആ അപകടം നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിപ്പുണ്ട്. അപ്പോൾ മെച്യൂരിറ്റി, ഒരു ശുശ്രൂഷകരുടെ തലത്തിലേക്കുള്ള ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്നത് ദൈവത്തിന് വേണ്ടി തന്നെത്താൻ വിട്ടുകൊടുക്കുന്ന ഒരു മെച്യൂരിറ്റി. നമുക്ക് ഇതൊരു കൽപ്പനയായിട്ട് ആരോടും പറയാൻ പറ്റുന്ന കാര്യമല്ല. ശുശ്രൂഷയിൽ യൗവനക്കാർ ഇറങ്ങി വരുമ്പോൾ അവർ നോക്കേണ്ടത് കർത്താവ് നടന്ന ഒരു നടപ്പ്, അവന്റെ ലൈഫ് വിശ്വാസത്താൽ ജീവിക്കാൻ വേണ്ടിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ യേശു കർത്താവിന്റെ ലൈഫ് എന്ന് പറയുന്നത് സ്കെയറിയാണ്, ത്രെറ്റനിങ് ആണ്, ചലഞ്ചിങ് ആണ്. നമ്മൾ പ്ലാൻ ചെയ്തെല്ലാം നഷ്ടപ്പെടുത്തുന്നതാണ്. നമ്മുടെ പദ്ധതികളെല്ലാം മറിച്ചു കളയാൻ അതിന് പറ്റും. അങ്ങനെ കർത്താവിന്റെ പ്ലാനിലേക്ക് കയറുമ്പോൾ നമ്മുടെ പ്ലാനുകളെല്ലാം പൊളിയാൻ എളുപ്പമാണ്. അതിന് നമ്മൾ സന്തോഷത്തോടെ സമ്മതിക്കാൻ പറ്റണമെങ്കിൽ പിതാവ് ആകർഷിക്കണം. ആ പിതാവ് കാണിച്ചു തരണം, മോനെ ദിസ് ഈസ് ദ ഓൺലി ലൈഫ് വർത്ത് ലിവിങ്. ഈ ലൈഫ് അല്ലാതെ വേറൊന്നും ജീവിക്കാൻ കൊള്ളാവുന്ന ലൈഫ് അല്ല എന്ന് നമ്മുടെ ഉള്ളിൽ അത് വെളിപ്പെട്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ അബാൻഡൻഡ് ആകാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കും. അതല്ലാതെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അത് അങ്ങ് വിട്ടുകളയാൻ സാധിക്കാത്തൊരവസ്ഥ വരും. അപ്പൊ നമുക്ക് പലപ്പോഴും, ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഈ പരിജ്ഞാനത്തിന്റെ ആ യാത്രയിലുള്ള സെറ്റിൽമെന്റ് എന്നുള്ള ആശയം എന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം, ഇപ്പൊ നമ്മുടെ ഒരു സാധാരണ ഇന്ന് ക്രിസ്ത്യൻ ലോകം മുഴുവൻ നോക്കിക്കഴിഞ്ഞാലും മക്കൾ വളർന്നു വരുന്നു. അവരെ കുറിച്ച് ഒരു അപ്പനന്മാർ സ്വപ്നം കാണണം, എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്യണം, എങ്ങനെയെങ്കിലും കാനഡയിലോട്ടോ ജർമ്മനിയിലോട്ടോ ഇംഗ്ലണ്ടിലോട്ടോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് സെറ്റിൽ ആകാനുള്ള ആഗ്രഹമാണ്. മക്കളും അങ്ങനെ അങ്ങ് പോവാണ്. എവിടെയാണ് ഇത് തീരാൻ പോകുന്നത്? എവിടെയാണ് നമ്മൾ കർത്താവ് നടന്ന നടപ്പ്? ചിലപ്പോൾ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോവായിരിക്കും, പക്ഷെ ബൈ ഫെയ്ത്ത് വി ആർ സീക്കിംഗ് ദാറ്റ് ക്രൈസ്റ്റ് വാക്കിംഗ്.
കർത്താവ് നടന്ന ആ നടപ്പ്, ആ വാക്ക് നമുക്ക് എങ്ങനെ കിട്ടും? നമ്മുടെ വീട്ടിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ, ലൈക്ക് എ വിൻഡ്, നോട്ട് ട്രൈങ് ടു സെറ്റിൽ എനിവെയർ, ആ ഒരു നടപ്പ് നമുക്ക് എങ്ങനെ ലഭിക്കും? ഇതാണ് ആത്മാവ് നമുക്ക് തരേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഉറപ്പിക്കേണ്ട ഒരു കാര്യമാണ്, മനുഷ്യരിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ നമ്മൾ വി വിൽ മൂവ് ടു സെറ്റിൽമെന്റ്. എന്നാൽ ദൈവത്തെ ആശ്രയിക്കുമ്പോൾ വി വിൽ ബിക്കം ലൈക്ക് വിൻഡ്. ആ വിൻഡ് പോലെ ആയാൽ മാത്രമേ നമുക്ക് അവന്റെ നാമത്തെ ഈ ദേശത്ത് ഉയർത്താനും നമ്മുടെ വ്യത്യാസം എന്താണ്, കർത്താവ് ആരാണെന്ന് നമുക്ക് വെളിപ്പെടുത്താനും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സഭ മറ്റു സഭകൾ പോലെ വരുന്നു, സൺഡേ വരുന്നു, പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇപ്പം സൂം ഉള്ളതുകൊണ്ട് പലരും വിചാരിക്കുക ഇന്ന് ഈ സൺഡേ പോകണ്ട, അടുത്ത സൺഡേ ആയിക്കോട്ടെ, അടുത്ത സൺഡേ ഇത്തിരി നേരത്തെ പോയേക്കാം, എന്തായാലും ഇന്ന് ലേറ്റ് ആയി. ഇങ്ങനെ ചിന്തിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വിട്ടിട്ട് നമ്മൾ പറ്റുന്നിടത്തോളം നേരിട്ട് പോകാവുന്നിടത്തോളം നേരിട്ട് പോയി. ദൂരെയുള്ളവർക്ക് അത് പറ്റില്ല. അപ്പം നുറുക്കി പരസ്പരം പ്രചോദിപ്പിച്ച് വചനം വായിച്ച് അതിൽ കർത്താവ് എന്താണ് സംസാരിക്കുന്നത് അത് പങ്കുവച്ച് ധൈര്യമായിട്ട് കർത്താവിന്റെ സാക്ഷികളായി മാറുവാൻ ദൈവം നമുക്കൊരു വലിയ ഉണർവിലേക്ക് നമ്മുടെ സഭയെ വീണ്ടും, ഈ സ്റ്റാഗ്നന്റ് ആയി പോകുന്നുണ്ടോ എന്നെന്റെ ഉള്ളിലുള്ള ഒരു ചിന്തയിൽ നിന്നാണ്, ഒരു വേദനയിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ പ്രസ്താവിക്കാനിടയായത്. ശുശ്രൂഷയിലേക്ക് വരുവാൻ അനേകം ആളുകൾക്ക് ദൈവം ധൈര്യം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ ഒരു കാറ്റുപോലെ വീശുവാൻ ധൈര്യം, കർത്താവിന്റെ സന്നിധിയിൽ ആ ഒരു പുതിയ ജനനത്തിന്റെ ആ ശക്തിയോടെ ജീവിക്കുവാൻ ദൈവം വിളിക്കുന്ന ആളുകളെ കർത്താവ് തക്ക സമയത്ത് കൂട്ടിച്ചേർക്കുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.